വൻ ചുവടുവയ്പ്. റിലയൻസ് ഇൻഡസ്ട്രീസും ബ്രിട്ടനിലെ പ്രശസ്ത എയ്റോ എഞ്ചിൻ നിർമ്മാതാക്കളായ റോൾസ് റോയ്സും ചേർന്ന് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിക്കായി സ്വദേശീയമായ യുദ്ധവിമാന എഞ്ചിൻ വികസിപ്പിക്കുന്നു. ഇന്ത്യയിൽ എയ്റോസ്പേസ് ഗ്യാസ് ടർബൈൻ കോംപ്ലക്സ് എന്ന പേരിൽ പ്രത്യേക കേന്ദ്രം രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഇരു കമ്പനികളും പരിശോധിക്കുമെന്നും കമ്പനികൾ ഇന്നലെ വ്യക്തമാക്കി. യുദ്ധവിമാന എഞ്ചിനുകളുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, പരീക്ഷണം, ഉൽപാദനം, ഉപയോഗ കാലയളവിലെ പരിപാലന പിന്തുണ തുടങ്ങിയവ ഉൾപ്പെടുന്ന പവർ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകളുടെ മികവിന്റെ കേന്ദ്രമായിരിക്കും പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനായി ഒരു സോവറിൻ കോമ്പാക്ട് എയർക്രാഫ്റ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിന് റിലയൻസ് ഇൻഡസ്ട്രീസും ബ്രിട്ടീഷ് എയ്റോസ്പേസ് ഭീമനായ റോൾസ് റോയ്സും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. 5ാം തലമുറ യുദ്ധവിമാനത്തിന് ആവശ്യമായ ഏറ്റവും നിർണായകമായ സാങ്കേതിക വിദ്യകളിലൊന്നിൽ ഇന്ത്യക്ക് കൂടുതൽ നിയന്ത്രണം നൽകുക എന്നതാണ് ഈ പങ്കാളിത്തത്തിന്റെ ലക്ഷ്യം. AMCAയ്ക്കായി ഒരു തദ്ദേശീയ കോമ്പാക്ട് എഞ്ചിന്റെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, വിതരണം എന്നിവ പര്യവേക്ഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായി ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച 2 കമ്പനികളും പറഞ്ഞു. നിർദ്ദിഷ്ട സഹകരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഒരു സമർപ്പിത എയ്റോസ്പേസ് ഗ്യാസ് ടർബൈൻ കോംപ്ലക്സ് സ്ഥാപിക്കുന്നതും റിലയൻസും റോൾസ് റോയ്സും പര്യവേക്ഷണം ചെയ്യും. നിർദ്ദിഷ്ട സൗകര്യം നൂതന ഊർജ്ജ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമായി മാറുമെന്നും പ്രതീക്ഷിക്കുന്നു. ഡിസൈൻ, വികസനം, നിർമ്മാണം, പരിശോധന, ഉൽപാദനം, ദീർഘകാല അറ്റകുറ്റപ്പണികൾ, പിന്തുണ എന്നിവയുൾപ്പെടെ സമ്പൂർണ്ണ എഞ്ചിൻ ജീവിതചക്രത്തിലുടനീളം കഴിവുകൾ വികസിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്നിരുന്നാലും പ്രഖ്യാപനം നിലവിൽ പങ്കാളിത്തം പര്യവേക്ഷണം ചെയ്യുക എന്ന തന്ത്രപരമായ ഉദ്ദേശ്യമാണ്. അന്തിമ സംയുക്ത സംരംഭ കരാറോ വാണിജ്യ എഞ്ചിൻ കരാറോ അല്ല. നിർദ്ദിഷ്ട സമുച്ചയം സ്ഥാപിക്കുന്നതിനുള്ള നിക്ഷേപം, ഉടമസ്ഥാവകാശ ഘടന അല്ലെങ്കിൽ സമയപരിധി തുടങ്ങിയ വിശദാംശങ്ങൾ കമ്പനികൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നിർദ്ദേശത്തിന്റെ ഏറ്റവും വലിയ സാധ്യതയുള്ള നേട്ടം യുദ്ധവിമാന എഞ്ചിൻ സാങ്കേതിക വിദ്യയ്ക്കായി ഒരു ആഭ്യന്തര ആവാസ വ്യവസ്ഥ വികസിപ്പിക്കാനുള്ള സാധ്യതയാണ്. ആധുനിക യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും സാങ്കേതികമായി ആവശ്യപ്പെടുന്ന ഘടകങ്ങളിൽ ഒന്നാണ് വിമാന എഞ്ചിനുകൾ, നൂതന എഞ്ചിനീയറിംഗ്, നിർമ്മാണം, പരീക്ഷണം, പരിപാലന കഴിവുകൾ എന്നിവ. ഇന്ത്യയുടെ പ്രതിരോധ വ്യോമയാന അഭിലാഷങ്ങൾക്ക് വിദേശ എഞ്ചിൻ വിതരണക്കാരെ ആശ്രയിക്കുന്നത് ദീർഘകാലമായ ഒരു വെല്ലുവിളിയാണ്. അതിനാൽ സൈനിക വിമാനങ്ങളുടെ നിർണായക ഘടകത്തിന് വിദേശ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ഒരു തദ്ദേശീയ എഞ്ചിൻ പരിപാടിക്ക് രാജ്യത്തിന്റെ തന്ത്രപരമായ സ്വയംഭരണത്തെ ശക്തിപ്പെടുത്താൻ കഴിയും. എന്നിരുന്നാലും പങ്കാളിത്തം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ്. എയ്റോസ്പേസ് ഗ്യാസ് ടർബൈൻ കോംപ്ലക്സിൽ പര്യവേക്ഷണം നടത്താനുള്ള തന്ത്രപരമായ ഉദ്ദേശവും പദ്ധതികളും 2 കമ്പനികളും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിക്ഷേപം, അവകാശം, ഉൽപാദന സമയപരിധി, പദ്ധതിയുടെ അന്തിമ ഘടന തുടങ്ങിയ പ്രധാന വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യയുടെ അടുത്ത തലമുറ യുദ്ധവിമാനങ്ങളുടെ വികസനം ത്വരിതപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മെയ് മാസത്തിൽ AMCA പ്രോഗ്രാമിന് സർക്കാർ 15 ബില്യൺ രൂപ നീക്കിവെച്ചിരുന്നു. ആത്യന്തികമായി റിലയൻസ് റോൾസ് റോയ്സ് സംരംഭത്തിന്റെ വിജയം നിർദ്ദിഷ്ട പദ്ധതികൾ ഒരു യഥാർത്ഥ എഞ്ചിൻ വികസന നിർമ്മാണ പരിപാടിയെ മാറുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ വളർന്നുവരുന്ന സ്വകാര്യ മേഖലയിലെ പ്രതിരോധ നിർമ്മാണ ശേഷികളുമായി ആഗോള എയ്റോ എഞ്ചിൻ വൈദഗ്ധ്യത്തെ സംയോജിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പ്രഖ്യാപനം പ്രതിനിധീകരിക്കുന്നത്. യഥാർത്ഥമായാൽ എയ്റോസ്പേസ് ഗ്യാസ് ടർബൈൻ കോംപ്ലക്സ് ഇന്ത്യ സൈനിക വ്യോമയാനത്തിൽ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒന്ന് നൽകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.